എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ഡി വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ജനറിക് വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിന്റെ താഴെ ഒരു കമന്റ് കണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് ഡി CCAയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടോ, അതിനെപ്പറ്റി സംസാരിക്കാമെന്ന്. ഇന്ന് അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് CCA എന്നൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നാണ് അല്ലേ? അപ്പോൾ സാധാരണ ആ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് ഉള്ള ആ ഒരു വെയിറ്റേജ് ആണ് ആ പറയുന്നത്. ഏകദേശം 22,195 വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മളുടെ CCAA കാറ്റഗറിയിൽ വരുന്നവർക്ക്, അതായത് ആ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്ത കുട്ടികൾക്ക് എത്ര വേക്കൻസി എന്നറിയാമോ? ഏകദേശം 20% വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതായത് 6,485 വേക്കൻസീസ്. ഈ കൊടുത്തിരിക്കുന്നതിൽ ഓരോ സോൺ വൈസ് എത്ര വേക്കൻസിയാണ് ഏതൊക്കെ കാറ്റഗറിക്കാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളുടെ ചെന്നൈ സോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം വരുന്നത് എത്രയാണ്? 540 വേക്കൻസീസ് ആണ്. 540 വേക്കൻസീസ് ആണ് CCA കാറ്റഗറിയിൽ വരുന്നവർക്ക്, അതായത് അപ്രന്റീസ്ഷിപ്പ് ചെയ്ത കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 540 ആയിരുന്നു. മൊത്തം നമ്മളുടെ എത്രയാണോ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി അതിന്റെ 20% ആയിരുന്നു CCA കാറ്റഗറി വരുന്നവർക്ക്. അതായത് 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? ഏകദേശം 6,485 ആയിരുന്നു വേക്കൻസി വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ കട്ട് ഓഫ് ആണ് നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പൊതുവിൽ സാധാരണ എപ്പോഴും കട്ട് ഓഫ് കൂടി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാഗ്രാജ് പോലുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ്. ഇതുവരെ സോൺ വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പ്രയാഗ്രാജിലൊക്കെയാണ്. NCR പ്രയാഗ്രാജിലും ഗുവാഹത്തി, കൊൽക്കത്തയിലൊക്കെയാണ് കൂടുതലായിട്ടും എന്താ വരുന്നത്? നമ്മുടെ കട്ട് ഓഫ് മാർക്ക് കൂടുതലായിട്ട് കാണുന്നത്. ഇനി എത്രയാണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്? ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയുടെ റിസൾട്ട് ആയിരിക്കും CCA എന്ന് പറയുന്നത്, ഗ്രൂപ്പ് ഡി CCA എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് അറിയാനായിട്ട് ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മാക്സിമം കട്ട് ഓഫ് എത്രയായിരിക്കാം വരുന്നത് എന്നാണ്. നിങ്ങൾ അത്യാവശ്യം ആ ഒരു എക്സാമിനെ പറ്റിയിട്ടൊക്കെ അറിയാന്നുള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മൾ ഇതിനു മുന്നേ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും പൊതുവിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എടുത്ത് നോക്കിയാലും മാക്സിമം എത്രയൊക്കെ വരത്തുള്ളൂ കട്ട് ഓഫ്. ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 42 അല്ലെങ്കിൽ 45 തന്നെ ആയിരിക്കും കട്ട് ഓഫ്. നിങ്ങൾക്കൊരു 47 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ സേഫ് സോൺ ആണ്. നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത് എന്ന് പറയുന്നത് ഒരു 42, 45 റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കും. എന്തെന്നാൽ നമ്മുടെ ഇതിന് മുന്നേ നടന്നിട്ടുള്ള എക്സാംസിന്റെ ബേസിൽ അല്ലെങ്കിൽ ഇതിന് മുന്നേ നടന്ന പല സോൺസിനെയും കമ്പയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ വെച്ചിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഈ ഒരു മാർക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആ ഒരു റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ ഏകദേശം 42നും 45നും ഇടയിലായിരിക്കും. അതായത് 40 to 45 ഇടയിലുള്ള കട്ട് ഓഫ് ആയിരിക്കും ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ഇനി OBC കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇനി ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ EWSനും ഈ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങളുടെയും കട്ട് ഓഫ് വരുന്നത്. അതായത് ഒരു 40 to 45 ഇടയിൽ നിങ്ങൾക്ക് മാർക്ക്, അതായത് 42നും 45നും ഇടയിൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഒരു 46, 47 ഒക്കെ ഉള്ളവർ സേഫ് സോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെയായിരിക്കും EWSനും വരുന്നത്. ഇനി OBC കാറ്റഗറീസിന്റെ കേസ് എടുക്കുമ്പോൾ ഏകദേശം 33, 35 ആണ് അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ്. അതായത് CCA കാറ്റഗറിയിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക്, ആ ഒരു അപ്രന്റീസ്ഷിപ്പ് ഉള്ള കുട്ടികൾക്ക് എത്രയായിരിക്കും എന്നറിയുമോ? OBC കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 33, 35. 35നകത്തൊക്കെ തന്നെ ആയിരിക്കും. ഒരു 37 മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട. ഓക്കെ. ഇനി SC ST കാറ്റഗറി ആണെങ്കിൽ 30 to 34 ഇടയിലായിരിക്കും കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ആ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് അറിയാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഞങ്ങൾ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, അതായത് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിയാണ്, നിങ്ങൾക്ക് ഒരു 49 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സേഫ് സ്കോർ തന്നെയാണ്. കാരണം ഒരിക്കലും CCA കാറ്റഗറി എന്ന് പറയുന്ന ആ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് ഒരു 45ൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ഓഫ് അത്രയൊന്നും കൂടുതലായിട്ട് പോവത്തില്ല. മനസ്സിലായോ? അപ്പൊ ജനറൽ കാറ്റഗറിക്ക് എത്രയാണ്? 42നും 45നും ഇടയിൽ എക്സ്പെക്ട് ചെയ്യാം. നമ്മളുടെ OBC കാറ്റഗറി ആണെങ്കിൽ ഒരു 33, 35 ഇടയിലായിരിക്കും നമ്മളുടെ കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഇനി SC ST ആണെങ്കിലും ഒരു 30 to 34 ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പൊ അതിന് കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സ്കോർ ആണ്. നിങ്ങൾ പേടിക്കേണ്ട. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പൊ എല്ലാവരും
അടിപൊളിയായിട്ട് ചില്ലായിട്ടൊക്കെ ഇരിക്കുക. ഇനി ഗ്രൂപ്പ് ഡിക്ക് പുതിയ നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പുതിയ ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നിങ്ങൾ ഒരിക്കലും എന്താ പാടുള്ള എക്സാം ആണ്, ഒത്തിരി പേര് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഒത്തിരി പാടുള്ള എക്സാം ആണ്, ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മറ്റ് റെയിൽവേ എക്സാംസിനെ വെച്ചാൽ എളുപ്പമാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NTPC എടുക്കുകയാണെങ്കിലും 2 ടയർ വരുന്ന എക്സാം ആണ്. CBT 1 CBT 2 എക്സാംസ് നിങ്ങൾക്ക് കാണും. ആ ഒരു ഫസ്റ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾ സെക്കൻഡ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ അത് സാധാരണ ആദ്യം കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പോലെയൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ള മാത്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷ എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു പ്രിലിംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ടയർ ഫസ്റ്റ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. കാരണം രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് രണ്ടാമതായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും നിരാശയൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കിട്ടില്ല എന്ന പ്രതീക്ഷയിൽ ഇരിക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്.